പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രത്യേകാൽ വിഷയം പുതിയ യെരുശലേമിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നവ യെരുശലേമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നവ യെരുശലേമിന്റെ ഘടന, അതിൻ്റെ വീതി, അതിൻ്റെ ഗോപുരം, അതിൻ്റെ അന്തഃപുരം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് കയറി വന്നതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ യെരുശലേമിൽ ചില കാര്യങ്ങളില്ല, ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇല്ലാത്തവ? ഇന്നത്തെ ഭൂമിയിലും നഗര സംവിധാനങ്ങളിലും നമ്മൾ ഇന്ന് കാണുന്ന പലതും പുതിയ യെരുശലേം എന്ന സ്വർഗീയ നഗരത്തിൽ അത് കാണുകയില്ല. ഇന്നില്ലാത്ത പലതും അന്നുണ്ടാകും, അന്നുള്ള പലതും ഇന്ന് ഉണ്ടായിരിക്കില്ല. എന്തൊക്കെയാണ് പുതിയ യെരുശലേമിൽ ഇല്ലാതിരിക്കുക? ഒന്ന്, കണ്ണുനീരില്ല അവിടെ. വെളിപ്പാട് പുസ്തകം 21:4 അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് നമ്മുടെ ലോകത്തുള്ള സകലമാന പേരിലും ദുഃഖങ്ങൾ കൊണ്ടും സന്തോഷം കൊണ്ടും പലരും കരയാറുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടും പലരും കരയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് കണ്ണുനീർ ധമനി ഇല്ലാതെ പോയാൽ അവരുടെ കണ്ണ് നിറഞ്ഞ് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളാലും സംഭവിക്കാം. എന്നാൽ വികാരഭേദങ്ങളാൽ ഉണ്ടാകുന്ന കണ്ണുനീർ നവ യെരുശലേമിൽ ഉണ്ടായിരിക്കുന്നതല്ല. കണ്ണുനീർ ഉണ്ടായിരിക്കുകയില്ല എന്നത് ചിലപ്പോൾ നമ്മളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. കണ്ണുനീർ തുടയ്ക്കണമെങ്കിൽ അവിടെ കണ്ണുനീർ ഉണ്ടായിരിക്കണമല്ലോ എന്ന യുക്തിസഹമായ ഒരു ചോദ്യം ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം. ചോദ്യം യുക്തവുമാണ്. എന്നാൽ അവിടെ പറയുന്നത് ദുഃഖത്തിന്റെ കണ്ണുനീർ അവിടെ ഇല്ല. പിന്നെ ഈ ഭൂമിയിൽ ധാരാളം കരഞ്ഞിട്ടുള്ളവർക്ക് അവിടെ ആശ്വാസത്തിന്റെ കണ്ണുനീരില്ലാത്ത നല്ല കാലങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് തരുന്ന ആത്മീക സന്ദേശം. അവിടെ ദുഃഖത്തിന്റെ കണ്ണുനീർ കാണുകയില്ല. എപ്പോഴും അവിടെ സന്തോഷമാണ്. ആകയാൽ അവിടെ ദുഃഖത്തിന് ഇടമില്ല. 56 സങ്കീർത്തനം 8 നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ തുരുത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ലോകത്ത് ഒരു ദൈവഭക്തൻ, ഒരു ദൈവദാസൻ, ഒരു വിശ്വാസി ഒഴുക്കുന്ന കണ്ണുനീരെല്ലാം ദൈവസന്നിധിയിലുണ്ട്. ആ തുരുത്തി നിറയുന്ന കാലത്ത് നമ്മുടെ കണ്ണുനീരിന് മറുപടി വരും എന്നൊക്കെ നാം ധാരാളം സന്ദേശങ്ങൾ അതുവഴിയായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കണ്ണിന്റെ വ്യവസ്ഥിതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. അവിടെയുള്ള നമ്മുടെ കണ്ണ് മാംസചക്ഷുസായിരിക്കില്ല, മറിച്ച് അഥവാ മാംസലമായ കണ്ണായിരിക്കില്ല, മറിച്ച് സ്വർഗീയമായതായിരിക്കും, വിണ്മയമായ കണ്ണായിരിക്കും. വെളിപ്പാട് 7:17 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും. യെശയ്യാവ് 25:8 സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ നീക്കും. ചുരുക്കത്തിൽ പുതിയ യെരുശലേമിൽ എന്തുണ്ടായിരിക്കില്ല? കണ്ണുനീർ ഉണ്ടായിരിക്കില്ല. ഇന്ന് കരയുന്നവർ അന്ന് ചിരിക്കും. ഇന്ന് കരയാത്തവർ അന്ന് അവിടെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കാരണം ഹൃദയത്തകർച്ചയുടെ അടയാളമാണ് ഈ ഭൂമിയിൽ പാപത്തെ ഓർത്ത് കരയാത്ത, വേദനയുടെ കണ്ണുനീർ മാത്രമല്ല,
പാപത്തെ ഓർത്ത് കരയാത്ത ഒരു വ്യക്തിക്കും നിത്യതയിലേക്ക് കടന്നു പോകാനായിട്ട് സാധ്യമല്ലല്ലോ. ആകയാൽ നമ്മളുടെ ഏത് തരത്തിലുള്ള കണ്ണുനീരായാലും അവിടെ അത് ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തേത്, മരണം അവിടെ ഇല്ല. വെളിപ്പാട് 21:5 ഇനി മരണം ഉണ്ടാകുകയില്ല. പുതിയ യെരൂശലേമിൽ ഇല്ലാത്ത രണ്ടാമത്തെ കാര്യമാണ് മരണം. അവിടെ മരണമില്ല. യെശയ്യാവ് 25:8 നമ്മൾ കണ്ടു, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുന്നു. അഥവാ അനന്തജീവൻ, നിത്യജീവൻ, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. പുതിയ യെരൂശലേമിൽ ആരേ ഉള്ളൂ? അമർത്യരേ ഉള്ളൂ. മരണമില്ലാത്തവർ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ മരണം ഇല്ല. ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം നമ്മൾ കണ്ടു, മരണമാണ് മനുഷ്യന്റെ ആദ്യത്തെ ശത്രു, മരണമാണ് മനുഷ്യന്റെ ഒടുവിലത്തെയും ശത്രു. പാപനിമിത്തം നമ്മളിൽ വന്നു ചേർന്നതാണ് മരണം. ഇനി ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നു ചേരുന്നു. 3, ദുഃഖം അവിടെ ഇല്ല. യെശയ്യാവ് 35:10 ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അപ്പോ കണ്ണുനീർ അവിടെ ഇല്ല, മരണം അവിടെ ഇല്ല. 3, ദുഃഖം അവിടെ ഇല്ല. പാപത്താലും നിരാശയാലും കഷ്ടതയാലും രോഗത്താലും ദുരന്തങ്ങളാലും ദുരിതങ്ങളാലും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം അവിടെ ഉണ്ടായിരിക്കുകയില്ല. യെശയ്യാവ് 51:11 ആ കാര്യം വളരെ കൃത്യമായി നമ്മൾ വായിക്കുന്നു. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും. 4, മുറവിളി ഉണ്ടാകുകയില്ല. 4, മുറവിളി ഉണ്ടാകുകയില്ല. പാപം, ദുഃഖം, മരണം ഇവയുടെ ഫലമായിട്ടുണ്ടാകാവുന്നതാണല്ലോ ഈ മുറവിളി എന്ന് പറയുന്ന ഒന്ന്. എന്ന് പറഞ്ഞാൽ ആർത്തനാദം, അത്യുച്ചത്തിലുള്ള നിലവിളി, കൂട്ടക്കരച്ചിൽ. അത് പുതിയ യെരൂശലേമിൽ ഇല്ല. നിലവിളിക്കേണ്ടുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരിക്കില്ല പുതിയ യെരൂശലേമിൽ. ഒന്നിനെ കുറിച്ചും കരയേണ്ടി വരില്ല. യെശയ്യാവ് 65 നാം ഇങ്ങനെ വായിക്കുന്നു. 65:19 ഇങ്ങനെയാണ്, ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അവിടെ കേൾക്കുകയില്ല. അപ്പോ അവിടെ മുറവിളിയില്ല, കരച്ചിൽ അവിടെയില്ല. 5, കഷ്ടത. പുതിയ യെരൂശലേമിൽ കഷ്ടതയില്ല. പാപത്തിന് മുമ്പ് കഷ്ടത ഉണ്ടായിരുന്നതായി നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. പാപത്തിന് ശേഷമാണ് കഷ്ടതയും വേദനയും വിയർപ്പും മുള്ളും പറക്കാരിയും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നു ചേർന്നത്. പാപം ചെയ്തപ്പോൾ ദൈവം സ്ത്രീയോട് കൽപ്പിച്ചു, കഷ്ടത ഏറ്റവും വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 3:16 പാപത്തിന്റെ ഉൽപ്പന്നമായി നമുക്ക് ലഭിച്ചതാണ് കഷ്ടത. സ്ത്രീക്ക് ഏറിയ കഷ്ടതകളുണ്ട്. മനുഷ്യനോട് ദൈവം കൽപ്പിച്ചതോ, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. 3:17 ചുരുക്കത്തിൽ സ്ത്രീക്കും പുരുഷനും എന്തുണ്ട്? കഷ്ടതയുണ്ട് എന്നർത്ഥം. തൻ നിമിത്തം
മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന് കഷ്ടതയില്ലായിരുന്നു എന്നും പാപം നിമിത്തമാണ് കഷ്ടത ഉണ്ടായത് എന്നും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പാപമില്ലാത്ത നഗരത്തിൽ, പാപമില്ലാത്ത അവസ്ഥയിൽ കഷ്ടതയ്ക്ക് ഒരിക്കലും സ്ഥാനമില്ല. 6, ശാപം ഇല്ല. വെളിപ്പാട് 22-ന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ശാപം എങ്ങനെ വന്നു? പാപത്തിന്റെ അനന്തരഫലമായി നമുക്ക് ലഭിച്ചതാണ്. പാപം നിമിത്തമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് തീരാത്ത സ്വത്തായി കിട്ടിയിട്ടുള്ളത്? മരണവും ശാപവുമാണ്. അത് പാപത്തിന്റെ ഉൽപ്പന്നമാണ്. നമ്മൾ പാപം ചെയ്തു പോയതിനാൽ നമുക്ക് കിട്ടിയ സമ്പാദ്യം, അല്ലെങ്കിൽ നമ്മൾ പാപത്താൽ നേടിയ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്: ശാപവും മരണവും. ഇനി ശാപം ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും എന്ന് വെച്ചാൽ യാതൊരുവിധ ശാപവും ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ്. ഇനി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ഓർക്കുക. പുതിയ യെരുശലേമിൽ ചെന്നാൽ അവിടെ മുതലാണ് ഇനി ഭൂമിയിലില്ല ശാപം, ആകാശത്തിലില്ല ശാപം. പുതിയ യെരുശലേമിൽ കഴിയുന്നവർക്ക് ആർക്കും ശാപമില്ല. പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, അവിടെയെല്ലാം സകല മാനവരാശിയിൽ നിന്നും ശാപം എന്നേക്കുമായി മാറുന്നു. ശാപം അവിടെ ഉണ്ടായിരിക്കുകയില്ല. 7, അശുദ്ധത, അശുദ്ധി ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ അശുദ്ധത ഉണ്ടായിരിക്കില്ല. വെളിപ്പാട് പുസ്തകം 21-ന്റെ 27-ാമത്തെ വാക്യം: കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാത്ത, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. 1200 നാഴിക വീതി, നീളം, ഉയരമുള്ള ആ കൈപ്പണിയല്ലാത്ത മനോഹരമായ നഗരത്തിൽ അശുദ്ധിയുള്ളവർക്ക് ആർക്കും കടക്കാൻ കഴിയില്ല. എത്രമാത്രം ഖണ്ഡിതമായിട്ടാണ് ഈ കുട്ടിയെ കുറിച്ച് അവിടെ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കുക. 22-ന്റെ 15-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 22-ന്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ, അവർ അകത്തുണ്ടായിരിക്കുകയില്ല. യാതൊരുവിധ പാപിയും അശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല. സ്വർഗം കാലിയായി കിടന്നാലും ഒരു പാപിക്ക് അതിൽ പ്രവേശനം ഉണ്ടാകില്ല. ആ കാര്യത്തിന് യാതൊരുവിധ തർക്കവുമില്ലാതെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. 8, രാത്രി അവിടെയില്ല. വെളിപ്പാട് 22-ന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ്: ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന പ്രകാശമാണ് അന്ന് പുതിയ യെരുശലേമിൽ ഉള്ളത് എന്ന് സാരം. നമ്മൾ ട്യൂബ്ലൈറ്റ് ഇട്ടിട്ട് അതിന്റെ താഴെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കാറില്ലല്ലോ വെളിച്ചത്തിന് വേണ്ടി. അത്രയും പ്രകാശം ഉള്ളപ്പോൾ പിന്നെന്തിനാണ് മറ്റൊന്ന് പ്രകാശം? എന്നതുപോലെ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ടിരിക്കുന്ന മന്ദിരം, പിന്നെ അതിനകത്ത് വെളിച്ചം കാണാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച്
ഒന്നും കരുതേണ്ടതില്ല, കാരണം അവിടെ രാത്രി ഇല്ല. വെളിപ്പാട് 21-ന്റെ 25-ലും നമുക്ക് ആ വാക്യം അങ്ങനെ തന്നെ കാണാം. രാത്രി അവിടെ ഇല്ലല്ലോ. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാണ്, പകലും നമുക്ക് ആവശ്യമാണ്. രാത്രിയാണ് ചിലർക്ക് ഇഷ്ടം, പക്ഷെ 24 മണിക്കൂറിൽ രാത്രിയായാലോ? പകലാണ് നമ്മൾക്ക് ഇഷ്ടം, പക്ഷെ 24 മണിക്കൂറും പകലായാലോ? അതുകൊണ്ട് കർത്താവ് അത് വളരെ ചിട്ടയായി ക്രമീകരിച്ചു. 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ. അങ്ങനെ ആ രീതി അത് ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ആയുസ്സും ആരോഗ്യവും നിലനിൽക്കണമെങ്കിൽ ഉറക്കം വേണം. സുഖനിദ്രയ്ക്കായിട്ട് ഇരുട്ട് ആവശ്യമാണ്. ഈ വ്യവസ്ഥിതി അവിടെ ഇല്ലാത്തതിനാൽ നമ്മുടെ നിത്യതയ്ക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ വക വ്യവസ്ഥിതികളുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ രാത്രി ഇല്ല, ഉറക്കം ഇല്ല, ക്ഷീണം ഇല്ല, പ്രയാസങ്ങൾ ഇല്ല. വിശ്രമിക്കണം എന്ന് നമുക്ക് ഒരിക്കലും തോന്നേണ്ട കാര്യവും അവിടെ ഇല്ല. ഈ വ്യവസ്ഥിതി ടോട്ടലി ചേഞ്ച് ആകും. 9, സൂര്യന്റെ വെളിച്ചം വേണ്ട. സൂര്യന്റെ വെളിച്ചം വേണ്ട. വെളിപ്പാട് 22-ന്റെ 5-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ചതാണ്. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വെളിച്ചമോ, സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്ന് യോഹന്നാന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. 21-ന്റെ 23-ാം വാക്യം, വെളിപ്പാട് 21-ന്റെ 23-ാം വാക്യം, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ഭൂമി മുഴുവനും ദൈവത്തിന്റെ തേജസ്സിനാൽ, അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ പ്രഭാപേരി മുഴങ്ങി വിശാലമായി അത്യുംഗ ശൃംഗത്തിൽ നിൽക്കുന്നതിനാൽ പ്രകാശത്തിനു വേണ്ടി നമ്മൾ മറ്റൊന്നും കരുതേണ്ടത് ഇല്ല. 10, ചന്ദ്രൻ ആവശ്യമില്ല. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല എന്ന് 21-ന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇനി വിളക്ക് വേണ്ട. 12, വാതിൽ കാണുകയില്ല, കതക് വേണ്ട, താഴും താക്കോലും വേണ്ട, അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. വെളിപ്പാട് 21-ന്റെ 25. താഴും താക്കോലും വേണ്ട, വാതിൽ അടയ്ക്കുകയില്ല, എപ്പോഴും തുറന്നു കിടക്കും. അതുകൊണ്ട് തന്നെ അവിടെ വാതിൽ കാണുകയില്ല. രാത്രി അവിടെ ഇല്ലാത്തതിനാൽ നിത്യമായി പകലായിരിക്കും. പകൽ ഗേറ്റ് അടയ്ക്കണ്ട, രാത്രിയിലും ഗേറ്റ് അടയ്ക്കണ്ട, വാതിലുകളെല്ലാം തുറന്നു കിടക്കും. 22-ന്റെ 17-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 22-ന്റെ 17. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വരിക 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 എന്ന് ആത്മാവും മണവാട്ടിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പാപിയെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാലയളവിലും പാപിക്ക് കടന്നു വരുവാൻ അവൻ അവസരം വെച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്താണെങ്കിൽ യാഗങ്ങളിലൂടെയായിരുന്നു അവസരങ്ങൾ കൊടുത്തത്. യാഗം ചെയ്ത് സഖ്യത കഴിക്കണം.
മനസ്സാക്ഷി യുഗത്തിലാണെങ്കിൽ മനസ്സാക്ഷിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും പാപത്തെ വിട്ടുതിരിഞ്ഞ് ശക്തി പ്രാപിക്കേണ്ടതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ കൃപയുടെ കാലയളവിൽ എല്ലാവരും ദൈവാത്മാവ് വിളിക്കുകയാണ്. വരിക എന്ന ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു. അന്നത്തെ ലോക ജനതയെ ദൈവമഹത്വം ദർശിക്കുവാനും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ മഹത്വം കാണുവാനും മാടി വിളിക്കുകയാണ് മണവാട്ടി അഥവാ സഭ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് അടുത്തു വരുവീൻ, അവൻ വിളിക്കുകയാണ്. 13 ദൈവമന്ദിരം ഇല്ല. പുതിയ യെരൂശലേമിൽ ദൈവമന്ദിരമില്ല. വെളിപ്പാട് 21:22 വാക്യം. സഹസ്രാബ്ദ ഭൂമിയിലും വിശുദ്ധ വഴിപാടിന്റെ മധ്യേ ദൈവാലയം ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ദൈവാലയമില്ല. ദൈവാലയത്തിൽ ഇറങ്ങി വരുന്നവൻ വന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ, അവൻ അക്ഷരികമായി വെളിപ്പെടുന്നു എന്നുള്ളതിനാൽ ഇവിടെ ദൈവിക മന്ദിരങ്ങളുടെ ആവശ്യം ഇല്ല എന്ന് സാരം. സദൃശ്യവാക്യങ്ങൾ 8:30 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ നമ്മോട് കൂടെ പാർത്തു. പാപമൊഴികെ സകലത്തിലും മനുഷ്യർക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. തന്റെ ജീവിതം പൂർണ്ണമായി നമുക്ക് വേണ്ടിയിട്ട് അവൻ ഒഴിഞ്ഞു തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: അവനുള്ള വിശ്വാസത്തിൽ വർദ്ധിക്കുകയും അരുത് എന്ന് മനസ്സാക്ഷി പറയുന്ന പാപങ്ങളെ വിട്ട് ദൂരെ യാത്ര ചെയ്യുകയും ചെയ്യണം എന്നത് മാത്രം. സദൃശ്യവാക്യങ്ങൾ 8:20 വാക്യം: എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. ആകയാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽപ്പാൻ, കർത്താവിന്റെ ആലയം അല്ലെങ്കിൽ കർത്താവ് തന്നെ മന്ദിരത്തിലുള്ളത് കൊണ്ട് അവിടെ മന്ദിരത്തിന്റെ ആവശ്യം ഇല്ല എന്ന് സാരം. പുതിയ നിയമകാലത്ത് വിശ്വാസികൾ ഓരോരുത്തരും ദൈവിക മന്ദിരങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം 6:19, 3:16. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ. അന്ന് നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ്, ജഡത്തിന്റെ നിയന്ത്രണത്തിലല്ല. ഇന്ന് നമ്മൾ ജഡത്തിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എവിടെ പോകണം, എങ്ങനെയായിരിക്കണം, നമ്മുടെ ക്ഷീണം, നമ്മുടെ പ്രയാസം, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ വികാരം, ഇതെല്ലാം ഈ ജഡത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് സംഭവിക്കുന്നതാണ്. ദൈവസഭ യഥാർത്ഥത്തിൽ ഭക്തന്മാരുടെ സമ്മേളനമാണ് അവിടെ. അതാണ് ആരാധന, അതാണ് ആരാധനാലയം. ഇനി സഹസ്രാബ്ദ യെരൂശലേമിലും ദൈവാലയവും മന്ദിരവും ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവം മനുഷ്യരുടെ മധ്യ വസിക്കുവാൻ വളരെയേറെ കാക്ഷിക്കുന്നുവെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തെളിയിക്കുകയാണ്. നമ്മൾ മുൻപോട്ടുള്ള വായനയിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തെ നാം വായിച്ചു വരുമ്പോൾ മുൻപിൽ നമ്മൾ പഠിച്ചതാണ്, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആലയത്തിന്റെ ദീർഘമായൊരു കണക്ക് നമ്മൾ പഠിച്ചതാണ്. ആലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആലയം ആവശ്യമില്ല എന്ന് ചുരുക്കം. അങ്ങനെ ദൈവം മനുഷ്യരുടെ മധ്യേ വസിക്കുവാൻ
വളരെയേറെ കാക്ഷിക്കുന്നുവെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുകയാണ്. പ്രസ്തുത ആകാംക്ഷ പുതിയ ഭൂമിയിൽ നിവൃത്തിയാകും. പുതിയ ഭൂമിയിലെ മനുഷ്യരുടെ മധ്യേ പുതിയ യെരുശലേം പട്ടണം സ്ഥാപിക്കപ്പെടും. പുതിയ ഭൂമിയിലെ വിശ്വാസികളുടെ മധ്യേ പുതിയ നഗരം സ്ഥാപിക്കപ്പെട്ടിരിക്കും. അതിൽ ദൈവം വസിക്കും. പുതിയ ഭൂമി വെളിപ്പെടുന്നവരെയും പാപവും അശുദ്ധിയും ഉള്ളതിനാൽ അതിന്റെ മധ്യേ പിതാവായ ദൈവത്തിന് വസിക്കുവാൻ സാധ്യമല്ല. പുതിയ യെരുശലേമിൽ യാതൊരുവിധ അശുദ്ധിയും ഇല്ലാത്തതിനാൽ ദൈവം അവിടെ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടെ വാസം ചെയ്യുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 21:3 വാക്യത്തില് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. സാധാരണക്കാരായ യാഗം ചെയ്ത് സഖ്യത കഴിച്ചിട്ടുള്ള ഭക്തന്മാരായ എല്ലാവരും ഇപ്പോൾ ദൈവകൂടാരത്തിലായിരിക്കുന്നു എന്ന് നാം ഓർക്കുക. അഥവാ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് മാത്രമല്ല, തന്റെ സാന്നിധ്യം മുഴുലോകത്താണ്. സർവവ്യാപിയായവൻ അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയാണ്, നമ്മെ സന്തോഷിപ്പിക്കുകയാണ്. ദൈവസിംഹാസനം നവ യെരുശലേമിന്റെ മധ്യത്തിലാകയാൽ ദൈവമന്ദിരം എന്ന് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം അവിടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തെ മനുഷ്യൻ സ്നേഹിക്കുന്നു. ആ കാലയളവിൽ മനുഷ്യൻ ദൈവത്തെ നമസ്കരിക്കുന്നു. ദൈവത്തെ നേരിൽ കണ്ടുകൊണ്ട് തൻ്റെ ജനമായി അവിടെ വസിച്ചുകൊണ്ട് തൻ്റെ നിയമപ്പെട്ടകത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ നിരന്തരമായ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. മന്ദിരം പ്രത്യേകിച്ച് ഇല്ല എന്ന സാരം ആ ദിവസങ്ങളിൽ ഓർത്ത് പ്രത്യാശിച്ചുകൊണ്ട് നാം ഇന്ന് അവന്റെ വിശുദ്ധ മന്ദിരങ്ങളായി ജീവിക്കാം. വലിയവനായ കർത്താവ് നമ്മളെ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യക്ഷ നവീന സ്ഥാപനമാണ് സഭ. ആ സഭ അതിന്റെ ജീവനാഡി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഹെഡിങ്, പുതിയ യെരുശലേമിൽ ഉള്ളവ എന്തല്ല. അപ്പൊ നമ്മൾ 14 കൂട്ടം കാര്യങ്ങൾ അവിടെ ഇല്ല. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കണ്ണുനീരില്ല, പിന്നെ മരണമില്ല, ദുഃഖമില്ല, കഷ്ടതയില്ല, ശാപമില്ല, അശുദ്ധതയില്ല, രാത്രിയില്ല, സൂര്യന്റെ വെളിച്ചം വേണ്ട, ചന്ദ്രനില്ല, വിളക്ക് വേണ്ട. കഥകൾ 14. ഇന്നുള്ള പലതും അവിടെ ഇല്ല. ഇന്നുള്ള പലതും അവിടെ ഇല്ല. ഇല്ല എന്നും ആവശ്യമില്ല എന്നും വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെയും പഠിച്ചത്. ഒന്നുകിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പിന്നിൽ ചിന്തിച്ചതല്ല. എന്നാൽ പാപം നിമിത്തം ഇന്ന് വന്നിരിക്കുന്ന അവശതകൾക്കും അക്രമങ്ങൾക്കും പ്രതിവിധിയായി ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ കാണുകയില്ല. ജയിലില്ല, ഭരണഘടനയില്ല, ജയിൽ തുറുങ്കിൽ അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ പാപത്തിന്റെ യാതൊരുവിധ വ്യവസ്ഥിതിയും പുതിയ യെരുശലേമിൽ ഉണ്ടായിരിക്കുന്നതല്ല. പോലീസ് സ്റ്റേഷനുകൾ വേണ്ട പ്രിയരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമില്ല. അവരുടെ പിണയാളികളും
ആ ഡിപ്പാർട്ട്മെന്റ് സർവീസും ഒന്നും പ്രവർത്തിച്ചു എന്ന് വരികയില്ല. യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളും പടയാളികളും സിവിലിയൻസ് പട്ടാള വകുപ്പുകൾ സംബന്ധിച്ച് ഇന്നുള്ള ഒന്നും അവിടെ ആവശ്യമില്ല. പട്ടാളം വേണ്ട, പോലീസ് വേണ്ട. പിന്നെ നമ്മുടെ മനസ്സിൽ പ്രതിരോധ സേനകളായി എന്തെല്ലാം കണ്ടിട്ടുണ്ടോ, പ്രതിരോധത്തിനായി എന്തൊക്കെ കണ്ടിട്ടുണ്ടോ, അതൊന്നും വേണ്ട എന്ന് ചുരുക്കം. ഇങ്ങനെ നാം എടുത്തു പറയുവാൻ തുടങ്ങിയാൽ ഇന്നുള്ള അനേകായിരം കാര്യങ്ങൾ അവിടെ ആവശ്യമില്ല എന്ന് ചുരുക്കം. അടുത്തത്, എന്തൊക്കെയാണ് പുതിയ യെരൂശലേമിൽ ഉള്ളത്? ഒന്ന്, ദൈവസിംഹാസനം. വെളിപ്പാട് പുസ്തകം 22:3, 21:3, 5. വെളിപ്പാട് 22:3, 3, 1, 21:3, 5. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ, ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എല്ലാം അവൻ പുതുതാക്കും. പുതിയ യെരൂശലേമിൽ ദൈവ സിംഹാസന സ്ഥാനമായിരിക്കും. കൃപാസനമല്ല, ദൈവസിംഹാസന സ്ഥാനമാണ്. സമാഗമന കൂടാരത്തിൽ കൃപാസനമാണ് ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. പുറപ്പാട് പുസ്തകം 25:17, 17:37, 6. എബ്രായർ 9:5. ഇപ്പോഴും ദൈവം കൃപാസനത്തിലാണ്. എബ്രായർ 4:16 വായിച്ചാൽ നമുക്കത് ഗ്രഹിക്കാം. എന്നാൽ പുതിയ യെരൂശലേമിൽ ദൈവം ആസന്നസ്ഥനാകുന്നത് സിംഹാസനത്തിലാണ്. അവസാനം ഒന്നായിരുന്നാലും രണ്ടായിരുന്നാലും ഏത് സാഹചര്യത്തിലായാലും ദൈവം വസിക്കുന്ന ഒരു കൊച്ചു ഹൃദയം നമ്മൾക്കുണ്ടാകട്ടെ. ദൈവം നമ്മൾ പണിതുണ്ടാക്കിയ കെട്ടിടങ്ങൾക്കകത്തല്ല, രമ്യഹർമ്മ്യങ്ങൾക്കകത്തല്ല, അവൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ചില ട്രഡീഷണൽ സഭകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ കൊണ്ടുപോയി ബാപ്റ്റിസം നടത്തും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യും എന്നൊക്കെ നേർച്ചകൾ നേരും. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതിനാൽ നമ്മൾ എവിടെ ഇരുന്നാലും, എവിടെ മുട്ടുകുത്തിയാലും, എവിടെ കണ്ണടച്ചാലും, എവിടെ കരങ്ങൾ ഉയർത്തിയാലും ആ നിമിഷം വിടുതൽ തരാൻ തക്കവണ്ണം പര്യാപ്തനായ മതിയായനായ ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. എങ്കിലും തൻ്റെ രാജോചിതമായ മഹിമ കാണിക്കുവാൻ തങ്കം കൊണ്ട് കൃപാസനം നിർമ്മിച്ച് കെരൂബുകൾ അതിനു മുകളിൽ നിന്നിരുന്നു. നമ്മൾ പെട്ടകത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ട്. ആ മനോഹരമായ ചെറിയ ശ്രേഷ്ഠമായ ആ ചെറിയ വലിയ സിംഹാസന സ്ഥാനത്ത് നമ്മുടെ ദൈവമായ കർത്താവ് ഇരിക്കുന്നു. ഇത് കൃപായുഗമാണ് എന്ന് നമ്മൾക്കറിയാം. ദൈവം സ്വർഗസ്ഥ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയാണെന്ന് എബ്രായർ 12:2 നാം വായിക്കുന്നു. പക്ഷേ ഇന്ന് കൃപായുഗമാണ്. സ്വർഗസിംഹാസനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും കൃപയിൽ ജനത്തെ സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതിനാൽ, കൃപ തോന്നി നമ്മളെ നടത്തുന്നു എന്നുള്ളതിനാൽ അതിന് കൃപാസനം എന്ന് നാമകരണം ചെയ്യുന്നു. കൃപാസനം എന്ന് പേരുണ്ടെങ്കിൽ
വച്ച് പിടിപ്പിക്കുകയാണ് ചിലര്. കൃപാസനം എവിടെയാണ് എന്ന് അന്വേഷിച്ചു പിടിച്ച് കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കും വിടുതലിനും വേണ്ടി നമ്മൾ തെക്ക് വടക്ക് നടന്ന് കഷ്ടപ്പെടേണ്ടതില്ല. നാം പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെട്ട് അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ദൈവം സിംഹാസനസ്ഥനാകുന്ന സ്ഥലമാണ് കൃപാസനം. പുത്രൻ രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സമയമാണ് ഇത്. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഏതാന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 21-ാമത്തെ വാക്യമാണ് എന്ന് നമ്മൾ പറയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്യമായി പറയാൻ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. 15-ന്റെ 24, 28 വാക്യം. എന്താണ് അവിടെ പറയുന്നത്? പുത്രൻ താനും തന്റെ അവകാശം, തന്റെ രാജ്യം അവൻ പിതാവായ ദൈവത്തിന്റെ കാൽപാദത്തിങ്കൽ സറണ്ടർ ചെയ്യുന്നു. തന്നെ ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ, സ്വർഗരാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നെങ്കിലും കഴിയാതെ പോയെങ്കിലും ആ സാഹചര്യം ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തിയിൽ നമ്മൾ ദൈവസിംഹാസന സ്ഥാനത്ത് ചെല്ലും, നിത്യതയിൽ ചെല്ലും. ഇന്ന് നമ്മുടെ ദൈവം ദൈവസിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എബ്രായ ലേഖനം 12-ന്റെ 2. ആകയാൽ ദൈവിക രാജ്യ പ്രതാപത്തിനൊത്തവണ്ണം താൻ അവിടെ ഉപവിഷ്ടനായിരിക്കും. മുഴുമഹിമയോടെ അന്തഃപുരത്തിൽ നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കും. ദൈവത്തോട് കൂടെ ഇരിക്കുവാനുള്ള ആഗ്രഹം, കർത്താവിനോട് കൂടെ ഇരിപ്പാനുള്ള ആഗ്രഹം ആർക്കാണ് ഇല്ലാതെ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു തുടിപ്പുണ്ട്. കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ഹൃദയത്തിലെ വാഞ്ച. അത് എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് ഓടും. എന്നാൽ ഞാൻ ഇരിക്കുന്നിടത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കില്ല. അല്പം വിലയും നിലയും കനവും കുറഞ്ഞ ഒരാൾ പറഞ്ഞാൽ നമ്മളത് കേൾക്കില്ല. അടിമ പെൺകുട്ടിയായി പിടിക്കപ്പെട്ട ആ കൊച്ചു പെൺകുട്ടി യജമാനന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇസ്രായേലില് ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കലേക്ക് അയക്കുകയാ. യുക്തിക്കല്ല സ്ഥാനം, ബുദ്ധിക്കുമല്ല സ്ഥാനം, ദൈവകൃപയ്ക്കാണ് സ്ഥാനം. അകൃപ അനുഭവിക്കുമ്പോൾ നമുക്ക് വരേണ്ടുന്ന ധാരാളം അനർത്ഥങ്ങളെയും ദുഃഖങ്ങളെയും തള്ളി മാറ്റാൻ നല്ലവനായ ദൈവത്തിന് കഴിയുന്നു. അവൻ നമ്മുടെ സിംഹാസനസ്ഥനായിരിക്കട്ടെ. കൃപാസനം ശരിക്കും യെരൂശലേമായിരിക്കും അന്നത്തെ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കേന്ദ്രസ്ഥാനം. അടുത്തത് ദൈവം. 1 ദൈവസിംഹാസനം, 2 ദൈവം. സിംഹാസനം ഒഴിഞ്ഞതായിട്ടല്ല നമ്മൾ ഇവിടെ കാണുന്നത്. അതിൽ ദൈവം താൻ തന്നെ, പിതാവാം ദൈവം ഇരിക്കുകയാണ്. മനുഷ്യനോട് കൂടെ പാർക്കുവാൻ ദൈവത്തിന് വലിയ കാംക്ഷയായിരുന്നു. ഏതെനിൽ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം വേറെ ഒരു ആശയും വെച്ചില്ല. എനിക്ക് എൻ്റെ മക്കളോടൊപ്പം കഴിയാൻ ഒരുപടി തേജസ്വികളായ മക്കളെ കിട്ടണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചുള്ളൂ. ദൈവത്തോടൊപ്പം ഇരിക്കുവാനുള്ള ആഗ്രഹം, അവനാൽ കഴുകപ്പെടാനുള്ള ആഗ്രഹം, അവന്റെ മാർവോട് ചേർത്തണയ്ക്കപ്പെടുവാനുള്ള ആഗ്രഹം.
ഇങ്ങനെയുള്ള ആ ആഗ്രഹം പേർന്ന് നമ്മൾ പലപ്പോഴും വഞ്ചിതരാകാറുണ്ട്. ആകയാൽ വളരെ സൂക്ഷിച്ചു വേണം ഈ ആഗ്രഹങ്ങളുടെ പിന്നാമ്പുറം നമ്മൾ നമിക്കാൻ. എന്നാൽ പാപം അനുഗ്രഹത്തെ നഷ്ടമാക്കി, പാപം ദൈവകൃപയെ നഷ്ടമാക്കി, പാപം സ്വർഗീയ മഹിമകളെ നഷ്ടമാക്കി, പാപം നമ്മളെ രോഗിയാക്കി. ഇങ്ങനെ പലതരത്തിൽ പാപം നിമിത്തമുണ്ടായ എല്ലാ അനന്തര ഫലങ്ങളും നിത്യതയിൽ നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കും. അനുഭവിക്കും എന്നുള്ള വാക്ക് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ആസ്വദിക്കും. യെരൂശലേം ദൈവാലയം പണി കഴിപ്പിച്ച് യെരൂശലേം ദൈവാലയത്തിൽ ദൈവ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരാണ് ആ കാലയളവിലെ മോശയും സംഘവും. ഒരു പുതിയ യെരൂശലേം, ഒരു പുതിയ നഗരം, അത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു. എന്തിന്? ദൈവത്തിന് ഞങ്ങളോടൊപ്പം പാർക്കാൻ. ഒരു ഗൾഫിലുള്ള ഒരു സുഹൃത്ത്, വാർദ്ധക്യമുള്ള മാതാവ്, പിതാവ്, അവരുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. കൊച്ചു വീട്ടിലാണ് അവർ പാർത്തുകൊണ്ടിരുന്നത്. എൻ്റെ മകനൊരു വീട് വെച്ച് അതിൽ പാർക്കണമെന്നുള്ള വലിയ ആശ. അത് മനസ്സിലാക്കിയ മകൻ വീടിന്റെ പണിയെല്ലാം നടത്തി, പണിയെല്ലാം പൂർത്തീകരിച്ചു. അതിൽ പാർക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. എന്നാൽ ആ ആഗ്രഹം സഫലമാകും മുമ്പ്, അതിലേക്ക് താമസം മാറ്റുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയി. ആ സ്വപ്നം നടന്നില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾക്ക് വലിയവനായ ദൈവത്തിന്റെ സിംഹാസനത്തോട് അടുത്തിരിക്കാനുള്ള മുഴുകൃപയും ദൈവം തരട്ടെ. ചേർന്നിരിക്കാനുള്ള ദൈവകൃപ അവൻ നമുക്ക് തരട്ടെ. 3 കുഞ്ഞാട് അവിടെയുണ്ട്. 1 ദൈവസിംഹാസനം, 2 ദൈവം, 3 കുഞ്ഞാട്. അവിടെ നമ്മുടെ അരുമനാഥനായി നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവും അതേ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടാകും. പിതാവായ ദൈവത്തെ കാണുന്നത് നമുക്ക് തൃപ്തി തന്നെയാണ്. അതാണല്ലോ ഒരിക്കൽ ഫിലിപ്പോസ് പറഞ്ഞത്, എങ്കിലും നീ എവിടേക്ക് പോകുന്നുവോ ഞങ്ങളും വരും അവിടേക്ക്. നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഞങ്ങളും ആയിരിക്കും. കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം. എങ്കിലും നമ്മുടെ പ്രാണപ്രിയൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, കർത്താവ് സ്വർഗത്തിൽ വസിച്ചിട്ട് പിതാവായ ദൈവം മാത്രം പുതിയ യെരൂശലേമിൽ നമ്മോട് കൂടെ വസിച്ചാലും അതൊരു പൂർണ്ണതയാകുകയില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടി പാർക്കുമ്പോഴാണ്, എൻ്റെ യേശു എൻ്റെ കൂടെ പാർക്കുമ്പോഴാണ്. അതിനാണ് ദൈവം മനുഷ്യനായി, മനുഷ്യന്റെ ഔദ്യോഗിക വേഷം ധരിച്ച് ഒരു സാധാരണക്കാരനായി അവൻ ഭൂമിയിൽ ജീവിച്ചത്. അവനിൽ സന്തോഷവും പ്രമോദവും ആനന്ദവും ഉണ്ട്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാമല്ലോ. 4 ആത്മസാന്നിധ്യം. അവിടെ ഉണ്ടായിരിക്കുന്ന 4ാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിനെ ആളത്വപരമായി നമ്മൾ ഇവിടെ കാണും. ഈ ഭാഗത്ത് പുതിയ യെരൂശലേമിൽ, പുതിയ ഭൂമിയിൽ സകലരുടെ മേലും ആത്മപകർച്ചയുണ്ട്. എല്ലാവരുടെ മേലും, അവിടെ ഉള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഒരു ആത്മപകർച്ചയുടെ ആനന്ദം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പെന്തക്കോസ്തിന് മുൻപ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലായിരുന്നുവെങ്കിലും അവൻ ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യം സകല ദൈവമക്കളെയും നയിക്കുന്ന ആത്മസാന്നിധ്യം സകല ദൈവമക്കളിലും
സകല മഹത്വ ശരീരികളെയും നിയന്ത്രിക്കുന്ന ആത്മസാന്നിധ്യം മനുഷ്യരോട് കൂടെ ഉണ്ടായിരിക്കും. ആത്മസാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യം പുതിയ യെരൂശലേമിൽ ഉണ്ടായിരിക്കും. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. പുതിയ യെരൂശലേമിൽ 1 ദൈവസിംഹാസനം, 2 ദൈവം, 3 കുഞ്ഞാട്, 4 ആത്മസാന്നിധ്യം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചു തരിക. കർത്താവേ, നീ കൃപ തോന്നി അനുഗ്രഹിക്കണം. ഞങ്ങൾ വലിയ പ്രത്യാശയോടെ ഞങ്ങൾ പിരിയുകയാണ്. ഒരു പുതിയ യെരൂശലേം ഞങ്ങൾക്കായി നീ ഒരുക്കുന്നു. അതിലൊരു ഇടം നീ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വന്തമാണ്. നീ തന്നിരുന്ന അവകാശമാണ്. അതിനെ പ്രാപിച്ച നിത്യേന അങ്ങയോട് വാഴുവാൻ ഈ വചന പഠനം ഞങ്ങളുടെ പ്രത്യാശയെ തട്ടി ഉണർത്താൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.